ഇല്ലെങ്കിൽ മകൾ പണിക്കാടുമ്പോൾ 12 ആ ആ ആ പിന്നെ പള്ളിയിലും അല്ലേ? പള്ളിയിലും അങ്ങനെയൊക്കെ ആയിട്ടാണ് കാര്യം. നോമ്പിന് മറ്റേ നോമ്പിന് 30 ദിവസം അങ്ങനെ പോകും. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ കീഴ്മാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ആഷിഫിനെ കാണാനാണ്. ആഷിഫിനെ പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. ആഷിഫിന് പഠന വൈകല്യമുണ്ട്, അതായത് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല. 4ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. പിന്നെ ചെറിയൊരു പക്വത കുറവാണ്. അപ്പോൾ നമുക്ക് ആളെ പരിചയപ്പെടാം. നേരിച്ച് ഗുളിക കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, നമുക്ക് ആളെ പരിചയപ്പെടാം. ഈ കാണുന്നതാണ് ആഷിഫിൻ്റെ വീട് കേട്ടോ. ഓക്കെ, ഇതാണ് ആഷിഫ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? സുഖം തന്നെ. അപ്പോൾ ആഷിഫിനെ പറ്റിയ നല്ലൊരു വധുവിനെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ആഷിഫാ എന്നാ ഇരുന്നോ. ഓക്കെ, ഇത് ആഷിഫിൻ്റെ ഏട്ടനാണ്. എൻ്റെ പേരെന്താ? അബ്ദുള്ള അല്ലേ? അപ്പോൾ ആഷിഫിന് ശരിക്കും എന്താ ബുദ്ധിമുട്ടിക്കുക? പഠന വൈകല്യത്തിൻ്റെ പ്രശ്നം. അത് എഴുതാനും വായിക്കാനൊന്നും അങ്ങനെ അറിയില്ല. പിന്നെ ബസ്സിൻ്റെ ബോർഡ് കാര്യങ്ങളൊന്നും വായിക്കാൻ അറിഞ്ഞല്ലോ. പൈസേൻ്റെ കണക്കൊന്നും അറിഞ്ഞൂടാ അല്ലേ? ഗുളിക ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഗുളിക കാര്യങ്ങളൊന്നും. ആഷിഫ് പിന്നെ പണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാചകമാണ് അല്ലേ? കല്യാണ പണി, കല്യാണ പണീൻ്റെ കട്ടിങ്ങും കാര്യങ്ങളും പച്ചക്കറിയെല്ലാം മുറിച്ചിട്ട് കൊടുക്കുക അങ്ങനെയല്ല? പച്ചക്കറിയല്ലോ. അതില്ലാത്തവരെന്നയ്യ ഇല്ലെങ്കിൽ മകൾ പണിക്കാടുമ്പോൾ 12 ആ പിന്നെ പള്ളിയിലും അല്ലേ? പള്ളിയിലും അങ്ങനെയൊക്കെ ആയിട്ടാണ് കാര്യം. നോമ്പിന് മറ്റേ നോമ്പിന് 30 ദിവസം അങ്ങനെ പോകും. അതല്ലാണ്ട് പിന്നെ കല്യാണപ്പണി, പിന്നെ അങ്ങനെ ഓരോ ചെറിയ ചെറിയ പണികളും കാര്യമായിട്ട് പോവുകയാണ് അല്ലേ? അവൻ്റെ കാര്യങ്ങളെല്ലാം അവൻ അങ്ങനെ ആക്കൂല്ലേ? അതെ. കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുട്ടീനെയൊക്കെ നോക്കേണ്ടത് ആഷിഫേ നല്ലോണം എല്ലാ ദിവസവും പണി നോക്കണം, ചെറിയ ചെറിയ എന്തെങ്കിലും കേട്ടോ. ഹോട്ടലിലെല്ലാം നിൽക്കുന്നുണ്ട്. ഹോട്ടലിൽ മുമ്പിട്ടായിരുന്നു. എല്ലാ പണിക്കും പോകലുണ്ട്. അതെ 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 അതെ. ആഷിഫിന് ഇപ്പം എത്ര വയസ്സായി? 37 വയസ്സാണ്. ഇത് നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? ദൂരം പ്രശ്നമില്ല. ദൂരമൊന്നും പ്രശ്നമില്ല, അതൊന്നും പ്രശ്നമാക്കണ്ട. നല്ലൊരാലോചന എവിടെന്നെങ്കിലും വരട്ടെ. നമുക്ക് ചെറിയ ഇതുപോലെ ഒരു പക്വത കുറവുള്ള കുട്ടികൾ പറ്റൂലേ അല്ലേ? ചെറുതൊന്നും കുഴപ്പമില്ല. അതായത് അവനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ചെറിയൊരു പക്വത കുറവുള്ള മക്കളാണെങ്കിലൊന്നും കുഴപ്പമില്ല. പക്ഷേങ്കിൽ ആശുപത്രി ജോലിക്കെല്ലാം പോയി അവളെ നോക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ചെറിയൊരു അറിയാമല്ലോ, ഇപ്പോൾ സംസാരിക്കുമ്പോൾ അങ്ങക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, അത്ര തന്നെയാണുള്ളൂ. നമ്മൾ ഈ മുഖതാവ് കാണുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്, ചെറിയൊരു പക്വത കുറഞ്ഞൊരു വിഷയമാണ്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ നേരിട്ട് അന്വേഷിച്ച് ആലോചിച്ചിട്ട് തീരുമാനിക്കേണ്ടതാണ്. ഈ പക്വത കുറവ് എന്നുള്ളത് നമുക്ക് പറയാനേ പറ്റും. അതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നൊക്കെ ജീവിക്കുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. അത് നിങ്ങൾ നോക്കിയിട്ട് അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. നമുക്കൊരു എത്ര വയസ്സ് വരെ നോക്കാം? 35 വരെയൊക്കെ നോക്കാവോ? 34, ഒരു 34 വരെയൊക്കെ നോക്കാം അല്ലേ? അതെ. നമ്മൾ ആദ്യ വിവാഹം തന്നെയാണോ നോക്കുന്നതിൽ? ഡിവോഴ്സ് അങ്ങനത്തെ ഒക്കെ നോക്കുന്നുണ്ടോ? ആദ്യം കിട്ടുകയാണെങ്കിൽ ഡിവോഴ്സ് ആണെങ്കിലും ആദ്യ വിവാഹമാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഇനിയിപ്പോൾ ഡിവോഴ്സ് കാര്യങ്ങളാണെങ്കിലും നോക്കി, കുട്ടികൾ ബാധ്യത ഇല്ലാത്ത നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അല്ലേ? അതെ അതെ. ആഷിഫ് പറഞ്ഞല്ലോ 4ാം ക്ലാസ് വരെയാണ് പഠിച്ചത്. അപ്പോൾ പഠനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മേക്കോട്ടാണ്. പിന്നെ ഒരു ഫോം പൂരിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അത്ര എഴുതി ഒപ്പിടുകയെല്ലാം ചെയ്യുമെന്ന് പറയാണ്ട്. ഇവർ 2 മക്കൾ തന്നെയാണ്. ഉപ്പാക്ക് പ്രായമായതാണ്, ഉപ്പാക്കും ഉമ്മാക്കും പ്രായമായതാണ്. നിങ്ങൾ ബാംഗ്ലൂർ ജോലിയാണ് അല്ലേ? അതെ അതെ. അങ്ങനെയാണ് ഇവരുടെ ഒരു ഫാമിലി ചുറ്റുപാട് എന്ന് പറയുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു പെൺകുട്ടി വരട്ടെ. ദൂരമൊന്നും പ്രശ്നമല്ല. പിന്നെ വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടേക്കാ? അത് തന്നെ അല്ലേ? അതെ, അത്രയേ പറയാനുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ആഷിഫിൻ്റെ ഏട്ടനും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരാലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. പിന്നെ ആഷിഫിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞല്ലോ, പക്വത കുറവാണ്. 37 വയസ്സാണ് ആയത്. പക്ഷേ 37 വയസ്സിൻ്റെ ഒരു പക്വത കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ പണികളായാലും അവനെക്കൊണ്ടാവുന്ന രീതിയിലുള്ള പണികൾ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കല്യാണ പരിപാടിക്ക് പോയിട്ട് കലവറയിൽ ഇങ്ങനെ പച്ചക്കറി മുറിച്ചിട്ട് കൊടുക്കുക, ചെറിയൊരു സഹായമായിട്ട് കൂടെ കൂടുക. അതല്ലെങ്കിൽ ഹോട്ടൽ ജോലി ചെറിയ രീതിയിൽ അതൊക്കെ ചെയ്യും. നോമ്പിൻ്റെ സമയമായ പള്ളിയിൽ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയുള്ള ജോലികൾ കാര്യമൊക്കെയാണ്. ഇനിയിപ്പോൾ ഒരു കല്യാണമെല്ലാം കഴിഞ്ഞ് സ്ഥിരമായിട്ട് ഹോട്ടൽ ജോലിക്കെല്ലാം പോകുന്ന രീതിയിലൊക്കെ ആഷിഫിന് നമുക്ക് സെറ്റ് ചെയ്യാം അല്ലേക്കാ? അതേപോലെയൊക്കെ സെറ്റ് ചെയ്യുക. ഇപ്പോൾ പിന്നെ വീടായാലും ഇവിടെ സമാധാനമാണ്. അപ്പോൾ ഇക്കായാലും കാരണം അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ വരികയൊക്കെ ചെയ്യുന്നത്. അവിടെ പറയാൻ ഉമ്മ ഇപ്പം തന്നെയാണ്. പിന്നെ ആളുണ്ടാവും, ആളും കുറവാണ്. ഇവിടെ സമാധാനമായിട്ട് നിൽക്കുക. ചെറിയ പക്വത കുറവൊന്നും നമുക്ക് വിഷയമല്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ചെയ്യാനുള്ളൊരു കഴിവ് ചെറിയ രീതിയിലൊക്കെ ഉണ്ടായാൽ മതി.
പിന്നെ ബാക്കി നിങ്ങൾ വിളിക്കാതിരിക്കരുത്, വിളിക്ക് നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഒരാൾ വരട്ടെ. എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ചെറിയ നടക്കാനോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടൊന്നും നമുക്കത് പ്രശ്നമില്ല അല്ലേ? അതെ, അതൊന്നും നമുക്ക് കുഴപ്പമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി വേറെ ആലോചന വരട്ടെ. മാക്സിമം ഷെയർ ചെയ്യട്ടോ. ഓക്കെ.